ഓം നമോ നാരായണായ. മോഹം കലർന്നു നോക്കിയപ്പോൾ ബാലി കണ്ടത് ശ്രീരാമനെയും ലക്ഷ്മണനെയും സുഗ്രീവനെയും. ബാലി കോപവും ദുഃഖവും കലർന്ന മനസ്സോടെ പറഞ്ഞു, എന്താണ് താൻ പിഴച്ചത്? രാജധർമ്മത്തെ വെടിഞ്ഞതെന്ത്? സീതാദേവിയെ വീണ്ടെടുക്കാനുള്ള പരിശ്രമത്തിൽ തന്നെപ്പോലെ ബലവാനായ ഒരാളുടെ സഹായമല്ലേ വേണ്ടത്? മോഹം കലർന്നു മുഹൂർത്തമാത്രം, പിന്നെ മോഹവും തീർന്നു നോക്കിയിടിനാൻ ബാലിയും. കാണായിതഗ്രേ രഘുത്തമനെത്തതാ, ബാണവും ദക്ഷിണ ഹസ്തേ ധരിച്ചന്യ, പാണിയിൽ ചാപവും ചീരവസനവും തൂണീരവും മൃദുസ്മരവദനവും ചാരുജടാമകുടം പൂണ്ടിടം പെട്ട മാറിടത്തിങ്കൽ വനമാലയും പൂണ്ടു, ചാർവായതങ്ങളായുള്ള ഭുജങ്ങളും ദുർവാദളച്ചവി പൂണ്ട ശരീരവും പക്ഷഭാഗേ പരിസേവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെയും മഞ്ജസാ കണ്ടു ഗർവിച്ചു പറഞ്ഞിതു ബാലിയും. ഉണ്ടായ കോപ കേതാകുല ചേതസാ, എന്തു ഞാനൊന്നു നിന്നോടു പിഴച്ചതും? എന്തിനെന്നെ കൊല ചെയ്തു വെറുതെ നീ? വ്യാജേന ചോരധർമ്മത്തെയും കൈക്കൊണ്ടു രാജധർമ്മത്തെ വെടിഞ്ഞതെന്തിങ്ങനെ? എന്തൊരു കീർത്തി ലഭിച്ചതീതു കൊണ്ടു? ചിന്തിക്ക രാജകുലോത്ഭവനല്ലോ നീ. വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരെ പൊരുതു ജയിക്കണമേവനും. എന്തോന്നു സുഗ്രീവനാൽ കൃതമായതും, എന്തു മറ്റെന്നാൽ കൃതമല്ലയാഞ്ഞതും? രക്ഷോവരൻ തവ പത്നിയെ കട്ടതി നർക്കാത്മജനെ ശരണമായി പ്രാപിച്ചു നിഗ്രഹിച്ചു ഭവാൻ എന്നെ എന്നാകിലോ വിക്രമം മാമകം കേട്ടറിയുന്നില്ലേ? ആരറിയാത്തതു മൂന്നു ലോകത്തിലും വീരനാമെന്നുടെ ബാഹുപരാക്രമം. ലങ്കാപുരത്തെ ത്രികൂടാചലത്തോടും ശങ്കാവിഹീനം ദശാസ്യനോടും കൂടെ ബന്ധിച്ചു ഞാനര നാഴിക കൊണ്ടു നിൻ അന്തികെ വെച്ചു തൊഴുതേനും ആദരാൽ. ധർമ്മിഷ്ഠനെന്നു ഭവാനെ ലോകത്തിങ്കൽ നിർമ്മലന്മാർ പറയുന്നു രഘുപതേ. ധർമ്മമെന്തോന്നു ലഭിച്ചതീതു കൊണ്ടു? നിർമൂലമിങ്ങനെ കാട്ടാളനെ പോലെ വാനരത്തെ ചതി ചെയ്തു കൊന്നിട്ടൊരു മാനമുണ്ടായതെന്തെന്നു പറകനി. വാനരമാംസമഭക്ഷ്യമത്രേ ബത, മാനസേ തോന്നിയതെന്തിതു ഭൂപതേ?